Hi dears, welcome back to Race Eagle. മക്കളെ NCERT ഫുള്ള് പഠിക്കണം ഒരേപോലെ ടീച്ചർമാരും കുട്ടികളും ഇപ്പൊ എല്ലാവരുടെയും ഒരേപോലത്തെ അഭിപ്രായമാണ്. ബട്ട് ഇപ്പോൾ നിങ്ങൾ NCERT പഠിക്കാൻ വേണ്ടിയിട്ട് പുസ്തകം തുറന്ന് മുന്നോട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം അവിടെ മനസ്സിലാവും. നടക്കില്ല ഗൈസ്. NCERT കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാന്ന് പറഞ്ഞാൽ ഈ ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അതിനൊരു സൊല്യൂഷൻ വേണ്ടേ? അപ്പൊ അതിന്റെ സൊല്യൂഷന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ, വലിയൊരു ചാപ്റ്റർ ആണ്, ബട്ട് കുറഞ്ഞ ചോദ്യങ്ങളിലൂടെ എങ്ങനെ NCERT കംപ്ലീറ്റ് ആക്കാം എന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കിട്ടിയ റെസ്പോൺസ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. നിങ്ങളുടെ തന്നെ കമന്റ്സ് ആണ്. അപ്പോൾ ഒരുപാട് മക്കൾ അടിപൊളിയായി സാറേ, യൂസ്ഫുൾ ആയിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇനിയും ചാപ്റ്റേഴ്സ് വേണം, എല്ലാ ചാപ്റ്റേഴ്സും ഇതുപോലെ ചെയ്തവരൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ ഒരുപാട് ആൾക്കാർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ആണ്. ചെയ്ത പോലെ തന്നെ ഒരുപാട് കുട്ടികൾ പറഞ്ഞു ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഈ ചാപ്റ്റർ ഒന്ന് കുറഞ്ഞ ചോദ്യങ്ങളിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. പ്രത്യേകിച്ച് ഈ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് ചാപ്റ്ററിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതും സീക്വൻസ് ആൻഡ് സീരീസും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളുള്ള ഒരു എക്സസൈസ്. ഒരൊറ്റ എക്സസൈസിൽ 32 ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിനും അതേപോലെ തന്നെ സീക്വൻസ് സീരീസിൽ വരുന്നത്. സോ അത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് അത്ര പോസിബിൾ അല്ല. ഒരു കുട്ടി ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ ഈ ബോർഡ് എക്സാമിന് തുമ്പത്ത് നടക്കൂല. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തത് കാരണം ക്രിസ്മസ് എക്സാമിനാണ് നമ്മൾ ഇങ്ങനെ അറിയുന്നല്ലേ സാറേ. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത പോലെ തന്നെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ NCERT എല്ലാ ക്വസ്റ്റിനും ചെയ്യാതെ NCERT എങ്ങനെ കവർ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് എക്സസൈസ് 12.1 സാറേ. 12.1 കാണുമ്പോൾ സാറേ നോക്ക് 14 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 14 ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് പേജിൽ 14 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനി ബാക്കിയുണ്ട്. ടോട്ടൽ 32 ക്വസ്റ്റ്യൻസിലെ എക്സസൈസ് ആണത്. ഓക്കെ, സോ ഈ 14 ക്വസ്റ്റ്യൻസിൽ നോക്കി ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്ത് ഈ കാണുന്ന 1, 2, 3 ഈ കാണുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഇവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, ഇവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ഒക്കെ ലിമിറ്റ് ഡയറക്റ്റ് അപ്ലിക്കേഷനിൽ കിട്ടുന്നതാണ്. സോ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ലിമിറ്റ് എന്താണോ പറഞ്ഞിരിക്കുന്നത്, ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നത് ലിമിറ്റ് x → 3 x + 3 ഡയറക്ട്ലി x ന് 3 കൊടുക്കുക. അപ്പൊ 3 + 3 = 6. അത്രേ ഉള്ളൂ. ഡയറക്റ്റ് കൊടുക്കണം എല്ലാ ക്വസ്റ്റ്യനും. ഈ 9ഓളം ക്വസ്റ്റ്യൻസ് അല്ലേ, ഇവിടെ ഒരു 7 ക്വസ്റ്റ്യൻ ഉണ്ട്, അതേപോലെ 2 ക്വസ്റ്റ്യൻ, ടോട്ടൽ 9 ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് അപ്ലിക്കേഷൻ ആണ്. കാണുമ്പോൾ കുട്ടികൾ പേടിക്കുന്നത് എന്തോ വലിയ കാര്യം ഒന്നുമില്ല. വേണമെങ്കിൽ സാറേ ഇതിൽ ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്തോട്ടെ, ഇത് ക്വസ്റ്റ്യൻ ചെയ്തോട്ടെ. ഈ ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്തോ, ഒറ്റ ക്വസ്റ്റ്യൻ അത് ഈ വലിയ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഡയറക്റ്റ് ഒന്നും കാണുമ്പോൾ പേടിക്കരുത്. ഇവിടെ ഡയറക്റ്റ് x ന് 0 അല്ലെങ്കിൽ അവിടെ x ന് 0 കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതേ ഉള്ളൂ ആ റെഡ് കളറിൽ മാർക്ക് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും. സോ എത്ര ക്വസ്റ്റ്യൻസ് അവിടെ കഴിഞ്ഞു? 9 ക്വസ്റ്റ്യൻ. 2 ക്വസ്റ്റ്യൻ, അതിൽ 2 ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. വെറുതെ 9 ചോദ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം മെനക്കെടുത്തുള്ള അതൊക്കെ ഡയറക്റ്റ് അപ്ലിക്കേഷനിൽ പരിപാടി അവിടെ കഴിഞ്ഞു. അത്രയുള്ള ഇനിയാണ് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. 4 ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഗ്രീൻ ഇവിടെ 3 ക്വസ്റ്റ്യൻ ഉണ്ട്, 1, 2, 3 ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ ഗ്രീൻ കളറിൽ 17th ക്വസ്റ്റ്യനും. ഈ 4 ക്വസ്റ്റ്യൻ ആക്ച്വലി വരുന്നത് ഫാക്ടറൈസേഷൻ ആണ്. അതായത് ഇൻഫിനിറ്റ് ആയിരിക്കും ലിമിറ്റ് വരിക. ലിമിറ്റ് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ 0/0 ഫോമിലേക്ക് വരും. ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ഫോമാ വരും. അപ്പൊ അവിടെ നമ്മൾ എന്താ ചെയ്യുക, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഫാക്ടറൈസ് ചെയ്യും. എന്നിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഫാക്ടർ ആകുന്ന ആ സാധനത്തിനെ ക്യാൻസൽ ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ. സോ ബെറ്റർ ഇതിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് ഫാക്ടറൈസേഷൻ, നിങ്ങൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ച ഫാക്ടറൈസേഷൻ ഘടകക്രിയ എന്ന് പറഞ്ഞ സംഭവം അറിയാന്നുള്ളതാണ് അവിടെ ഉറപ്പുവരുത്തേണ്ടത്. അതിൽ ട്രിക്ക് ഉണ്ട് ആക്ച്വലി ചെയ്യാൻ സാർ. ഈ ട്രിക്ക് നമ്മുടെ ലൈവിൽ കൃത്യമായി ഡിസ്കസ് ചെയ്യാറുണ്ട്. ഒരുപാട് ഉഡായിപ്പുകളുണ്ട്. ഫാക്ടറൈസ് ചെയ്യാൻ അറിയാത്ത കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഉഡായിപ്പുകളുണ്ട്. നമ്മൾ ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി വരുന്ന ലൈവിൽ നമ്മൾ പറയുന്നതാണ്. സോ ഫാക്ടറൈസേഷൻ അറിയാതെ എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് അറിയണമെങ്കിൽ അവിടെ ചെറിയൊരു ടെക്നിക്ക് ഉണ്ട്. ആ ടെക്നിക്ക് വെച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ലിമിറ്റ്സിന്റെ കേസിലേ പറ്റുള്ളൂ ആക്ച്വലി. ലിമിറ്റ്സിന്റെ കേസിലേ പറ്റുള്ളൂ. അവിടെ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ഉഡായിപ്പ് വേലയാണ്. ഓക്കെ, അപ്പോൾ 7th ക്വസ്റ്റ്യൻ ഉണ്ട്, 12th ക്വസ്റ്റ്യൻ ഉണ്ട്, അതേപോലെ തന്നെ 8th ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, 17th ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിലൊരു 2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇത് ശരിക്കും ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വിചാരിക്കുന്നത് ഭയങ്കര ടഫ് ആണ് വിചാരിക്കണം. ഇത് ഏറ്റവും സിമ്പിൾ ആണ്. ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതൊരു കാര്യം ചെയ്യും സാറേ, ഈ 8th ക്വസ്റ്റ്യൻ ആണോ അല്ലെങ്കിൽ 7th ക്വസ്റ്റ്യൻ ആണോ കൊടുക്കേണ്ടത്? ഫാക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ 8th ക്വസ്റ്റ്യൻ. ബട്ട് ഞാൻ പറയട്ടെ, ഈ 8th ക്വസ്റ്റ്യന്റെ അപ്പുറത്തേക്ക് ഫാക്ടറൈസേഷൻ അറിയാം എന്നുള്ളതാണ് ഇവിടെ കാര്യം കിടക്കുന്നത് കേട്ടോ. അതായത് 0 ആകുന്ന ആ ഫാക്ടറിനെ ക്യാൻസൽ ചെയ്യണം, അതാണ് വേണ്ടത്. സോ 8th ക്വസ്റ്റ്യനും അതേപോലെ 17th ക്വസ്റ്റ്യനും ചെയ്താൽ മതി. ഈ 4 മസ്റ്റ് ആണ്. 17th മസ്റ്റ് ഡു ക്വസ്റ്റ്യൻ ആണ്. കാരണം ട്രിഗ്നോമെട്രിയിലുള്ള സാധനം ഫാക്ടറൈസ് ചെയ്യാനാണ് മസ്റ്റ് ഡു ക്വസ്റ്റ്യൻ. അപ്പൊ 2 ക്വസ്റ്റ്യൻ, 4 ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും ക്വസ്റ്റ്യൻ നമ്മൾ ചൂസ് ചെയ്തത് ടോട്ടൽ ഇപ്പോ 4 ക്വസ്റ്റ്യൻ ആയിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് പിങ്ക് കളറിൽ കാണുന്ന 2 ക്വസ്റ്റ്യൻ ഇവിടെ കാണാൻ പറ്റും. പിങ്ക് കളറിൽ അല്ലേ, പിങ്ക് അല്ല സാറേ, വയലറ്റ് ആണ് ഇതിന് പറയാ. സോറി, പിങ്ക് അല്ല, വയലറ്റ് ആണ് സാറേ, എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ആണ്. ഒരു വയലറ്റ് ആക്കാം. ഇനി നിങ്ങൾ കാണുന്ന ക്വസ്റ്റ്യൻസ്, അതായത് ഈ വയലറ്റ് കളറിൽ കാണുന്ന ഈ ക്വസ്റ്റ്യൻ, ഈ 10th ക്വസ്റ്റ്യൻ, പിന്നെ ഈ ബ്ലാക്ക് കളറിൽ ടിക്ക് ചെയ്ത സോ ഇതൊക്കെ സ്റ്റാൻഡേർഡ് ഫോർമുലാസ് വെച്ച് ചെയ്യേണ്ട ക്വസ്റ്റൻ ആണ്. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഫോർമുല കണ്ടില്ലേ, ലിമിറ്റ് x → 0 sin x / x 1 ആണെന്നുള്ളത്. സോ ആ ഒരു sin x / x 1 ആണ് എന്ന് അപ്ലൈ ചെയ്യാൻ സ്റ്റാൻഡേർഡ് റിസൾട്ട് വരുന്ന ക്വസ്റ്റൻ ആണ്. ഇവിടെ വരുന്ന സ്റ്റാൻഡേർഡ് റിസൾട്ട് വേറെ കേട്ടോ. അതായത് ലിമിറ്റ് x → n - a raised to n / x - a എന്ന് പറയുന്ന ഫോമിൽ വരുന്നതാണ്. ഇത് നമുക്ക് വേറെ തന്നെ പറയാം. ഈ 2 ക്വസ്റ്റൻ. അതല്ലാതെ ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നത് ഇവിടെയും കാണാം, ബ്ലാക്ക് കളറിൽ ബ്ലാക്ക് കളർ ക്വസ്റ്റൻസ് ഉണ്ട്. ഇതെല്ലാം ട്രിഗ്നോമെട്രി, ഇതെല്ലാം ഏതെങ്കിലും എക്സാമിനായിട്ട് ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്.
അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു റിസൾട്ട് ഉണ്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 sin x by x is equal to 1. എടാ നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. sin x by x കണ്ടാലും x by sin x കണ്ടാലും x 0 ലിമിറ്റ് ആണെങ്കിൽ അതിന്റെ വാല്യൂ എന്താണ് 1 ആണ് വരിക. അതിന്റെ വാല്യൂ 1 ആണ് വരിക. ഇനി അതിന് കൂടെ sin x ന്റെ ഇവിടെ sin x കൂടെ ഒരു a വന്നു, sin ax വന്നു, by x വരികയാണെങ്കിൽ ഈ 1 ന് പകരം എന്തായിട്ട് മാറുന്നത്? അത് a ആയിട്ട് മാറും. ഈ കാണുന്ന റിസൾട്ട് പിടിച്ചത് ax വരികയാണെങ്കിൽ ഇവിടെ റിസൾട്ട് എന്ത് വരും? a ആയിട്ട് മാറും. സോ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ എല്ലാ ക്വസ്റ്റ്യനിലും sin x by x അല്ലെങ്കിൽ sin ax by x എന്നുള്ള ടേമുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇവിടെ ക്വസ്റ്റ്യൻ കാണാം. ഇവിടെ കണ്ട ഇവിടെ ഇപ്പൊ ഓൾറെഡി ഇപ്പൊ sin ax ഉണ്ട്. ഒരു x കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ ഇത് sin ax by x ആവും അല്ലെ. ന്യൂമറേറ്ററിന് ഒരു x കൊണ്ട് ഡിവൈഡ് ചെയ്താൽ sin ax by x ആവും. അപ്പൊ അത് നമുക്ക് എഴുതി കൂടെ. അതായത് sin bx ഉണ്ട്, x കൊണ്ട് ഡിവൈഡ് ചെയ്താൽ sin bx by x ആവും. അതിന്റെ വാല്യൂ എന്താണ്? b ആണ് വരിക. അപ്പൊ a by b ആൻസർ അത്ര സിമ്പിൾ ആയിട്ട് കിട്ടും. എല്ലാ ക്വസ്റ്റ്യനിലും നമ്മൾ x കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അടുത്ത പേജ് നോക്കുക സാറേ. ഈ കാണുന്ന ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ ഇവിടെ x കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇവിടെ sin x കണ്ട, sin x കണ്ട അപ്പൊ x ഡിവൈഡ് ചെയ്യുക. അപ്പൊ sin x by x 1 ആവും. ഓക്കെ, ന്യൂമറേറ്ററിൽ x ഡിവൈഡ് ചെയ്യുക. അപ്പൊ x ഉള്ളതൊക്കെ കട്ട് ആയി പോകും. സോ അതാണ് ഈ കാണുന്ന ഈ ക്വസ്റ്റ്യൻ ഒക്കെ sin ax plus bx ഇവിടെ ഒക്കെ കണ്ട ഒരു x ഇവിടെ അങ്ങ് ഡിവൈഡ് ചെയ്യും. അപ്പൊ sin ax by x എന്ത് വരും? a വരും. സോ അതാണ് ഈ കാണുന്ന ക്വസ്റ്റ്യനിലൊക്കെ ചെയ്യുന്ന പരിപാടി. ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 4 ക്വസ്റ്റ്യൻ പഠിത്തം. അതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ നമുക്ക് അപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യാം? ഏതൊക്കെ ക്വസ്റ്റ്യൻ കോൺസെൻട്രേറ്റ് സാറേ ഈ 18th ക്വസ്റ്റ്യൻ, 80 കോഴ്സ് വരുന്ന ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, 18th ക്വസ്റ്റ്യൻ ഇത് ചെയ്തോ. ഇത് ചെയ്താൽ തന്നെ സംഭവം സെറ്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പിന്നെ അതേപോലെ തന്നെ ഈ 22nd ക്വസ്റ്റ്യൻ ഇത് ഡിഫറെന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണോ? ഇത് ഡിഫറെന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ sin x by x 1 ന് പകരം tan x by x അല്ലെങ്കിൽ tan y by y ലിമിറ്റ് y tends to 0 tan y by y 1. ഞാൻ x ന് പകരം y ന്ന് ഉപയോഗിച്ചുള്ളൂ കേട്ടോ. സോ ആ ഒരു ഫോമിലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ കൊടുത്ത് കൊണ്ടുവരുന്നതാണ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഈ ക്വസ്റ്റ്യൻ 21st ക്വസ്റ്റ്യൻ ഇത് ഡിഫറെന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ. 3 ക്വസ്റ്റ്യൻ നിങ്ങൾ ഈ കാണുന്ന ബ്ലാക്ക് മാർക്ക് ചെയ്തതിൽ 3 ക്വസ്റ്റ്യൻ ചെയ്താൽ തന്നെ ആ കാണുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒരു ഐഡിയ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി നമുക്ക് ഒരു ഫോർമുല കൂടെ ഉണ്ട്. ലിമിറ്റ് x tends to a x raised to n minus a raised to n by x minus a is equal to n raised to n minus 1 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് റിസൾട്ട്. ഈ ഒരു റിസൾട്ട് വെച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ചോദ്യങ്ങളൊക്കെ ചെയ്യാം. ഈ ചോദ്യം മേ ബി ഈ രണ്ട് ചോദ്യങ്ങൾ വേണമെങ്കിൽ ഫാക്ടറൈസേഷനിലൂടെയും ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ഫാക്ടറൈസേഷനിലൂടെയും ചെയ്യാം. സോ ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും ഓർമ്മിക്കട്ടെ, ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ലൈവിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ ആദ്യം ഒന്ന് ട്രൈ ചെയ്യാം. സോ കിട്ടിയിട്ടില്ലെങ്കിൽ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിന്റെ മുന്നേ കഴിഞ്ഞ ലൈവുകളോ ഇനി നടക്കാൻ പോകുന്ന ലൈവുകളോ വന്നാൽ മതി. ഈ ചോദ്യങ്ങൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ എന്താക്കുക, ഈ സ്റ്റാൻഡേർഡ് റിസൾട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ചെയ്ത് നോക്കുക. പിന്നെ വരുന്നതാണ് നമ്മൾ പറഞ്ഞു വരുന്ന പീസ് വൈസ് ഫംഗ്ഷൻസ് ആണ്. അതായത് നമ്മൾ പറയാത്ത ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ലിമിറ്റ്സിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉള്ളതാണ്. ബട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഭയങ്കര ഈസിയാണ്. പ്രത്യേകിച്ച് ഇവിടെ ബൈ ഹാർട്ട് ആയിട്ട് ഒരു റിസൾട്ടോ കാര്യങ്ങളോ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചില്ല ഡയറക്റ്റ് അപ്ലിക്കേഷൻ. സോ ഡയറക്റ്റ് അപ്ലിക്കേഷൻ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഈ 23rd ക്വസ്റ്റ്യനിൽ 2 ലിമിറ്റ് വാല്യൂ ചെയ്യാൻ പറയുന്നുണ്ട്. അതിൽ ലിമിറ്റ് x 0 ഈ കാണുന്ന ഫംഗ്ഷൻ റിപ്പീറ്റ് അടിച്ചുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്, എക്സാമിന് വരാറുണ്ട്. സോ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കാം. അതേപോലെ വരുന്ന ക്വസ്റ്റ്യൻ ഏറ്റവും ആദ്യം പറഞ്ഞ ഡയറക്റ്റ് അപ്ലിക്കേഷൻ പോലെ തന്നെ വളരെ ഈസി ആയിട്ട് വരുന്ന സാധനമാണ്. അതേപോലെ വരുന്ന ക്വസ്റ്റ്യൻ 24th ഇത് ചെയ്താൽ തന്നെ അതിന്റെ ഒരു ഐഡിയ കിട്ടും. നിങ്ങൾ ചെയ്തൊക്കെ ഒരു ചോദ്യം ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. കാരണം ഈ ഒരു പാറ്റേണിൽ അല്ല, ഇത് വേറെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിന്റെ കുറച്ച് മോഡുലസ് ഫംഗ്ഷൻസിന്റെ കുറച്ച് ഐഡിയാസും കൂടി വേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ 25th ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നീട് വരുന്ന അടുത്തതിൽ വരുന്ന ഈ കാണുന്ന ഈ ക്വസ്റ്റ്യൻ ഒക്കെ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ അതേ പാറ്റേണിൽ തന്നെ പോകണമെന്നാണ്. ഇത് ഡയറക്റ്റ് അപ്ലിക്കേഷൻ. ഏറ്റവും ആദ്യം കണ്ടില്ലേ, നേരെ 5 കൊടുത്താൽ 0 വരും. 5 കൊടുത്താൽ 0 വരും. 28th ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ്. ദിസ് ക്വസ്റ്റ്യൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഡിഫിക്കൽട്ട് അല്ല, ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ സെക്കൻഡ് ഇയറിൽ പഠിക്കാനുള്ള ചില കൺസെപ്റ്റുകളോട് കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും ചോദിക്കുന്നത് കാണാം എക്സാമിന്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പിന്നീട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ ആക്ച്വലി നമുക്ക് അങ്ങനെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരാറില്ല. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ വരാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ച കൺസെപ്റ്റുകളില്ലേ, ആ കൺസെപ്റ്റുകൾ യൂസ് ചെയ്ത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് ഡിഫറെന്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ നമുക്ക് 31st ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ളത് ആക്ച്വലി ഇതിലുള്ള ഏത് ക്വസ്റ്റ്യനും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 31st ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ബാക്കി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെ ചോദിക്കാറില്ല ഈ ക്വസ്റ്റ്യൻസ്. ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ആദ്യം ചോദിച്ചതിന്റെ റിപ്പീറ്റേഷൻ ആണ് ഇവിടെ വരുന്ന എല്ലാ ചോദ്യങ്ങളും. അപ്പൊ നമ്മൾ ലിമിറ്റ്സിൽ 32 ക്വസ്റ്റ്യൻസ് വരുന്ന എക്സസൈസിൽ എത്ര ക്വസ്റ്റ്യൻ പറഞ്ഞു? ഫസ്റ്റ് സെറ്റിൽ 2 ക്വസ്റ്റ്യൻ, ഒരു 13 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 13 ക്വസ്റ്റ്യൻ 14 ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളൂ. 32 ചോദ്യത്തിൽ 2 ക്വസ്റ്റ്യൻ ചോദ്യം പോലും ആയിട്ടില്ല. 2 4 വന്നു, 4 പിന്നെ നമുക്ക് 5 4 ഒരു 13 ക്വസ്റ്റ്യൻ. 14 ക്വസ്റ്റ്യൻ നിങ്ങൾ എണ്ണി വെക്കട്ടോ, നമ്മൾ ലിമിറ്റ്സ് കഴിഞ്ഞ് ഇനി വരുന്ന ഭാഗമാണ് ഡെറിവേറ്റീവ്. സോ ഡെറിവേറ്റീവിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ.
ഡെറിവേറ്റീവ് NCERT ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക എന്നുള്ളതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഡെറിവേറ്റീവ് നിങ്ങൾ കാണുന്നത് വേറെ രീതിയിലാണ്. ഡെറിവേറ്റീവ് ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഫസ്റ്റ് പ്രിൻസിപ്പിളിനെ കുറിച്ച്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ വരുന്ന ട്രിഗ്നോമെട്രി ഫംഗ്ഷനിൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻ ചെയ്ത് വെക്കുക. അതായത് 6 ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ് ഉണ്ട്. sin x, cos x, tan x, cot x, cosec x, sec x. ഇതെല്ലാം നിങ്ങൾ എന്താക്കണം പഠിച്ചു വെക്കണം. അതിന് ഈ സാധനം ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് സാറ് പറഞ്ഞ പോലെ 6 ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ അതിൽ sin x ഉം അതേപോലെ തന്നെ cos x ഒരുപോലെയാണ്, cot x ഉം tan x ഒരുപോലെയാണ്, sec x ഉം cosec x ഒരുപോലെയാണ് ചെയ്യേണ്ടത്. 3 പഠിച്ചാൽ ബാക്കി 3 ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മനസ്സിലായിക്കോളും എങ്ങനെ ചെയ്യേണ്ടതുള്ളത്. പിന്നീട് വരുന്നതാണ് പിന്നെയാണ് x raised to n ന്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ മെത്തേഡിൽ എങ്ങനെയാ ചെയ്യാന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അത് വെച്ചിട്ട് ഈ 3 ചോദ്യങ്ങളും അത് വെച്ച് ചെയ്താൽ മതി. ഇപ്പൊ റൂട്ട് എക്സ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ അതിന് x raised to 1/2 ആക്കിയിട്ട് x raised to n ന്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ മെത്തേഡിൽ കണ്ടുപിടിച്ച് വെക്കുക. എന്നിട്ട് റൂട്ട് എക്സ് ചോദിക്കുമ്പോൾ അവിടെ n ന്റെ വാല്യൂ 1/2 ആക്കുക. 1/x ചോദിക്കുമ്പോൾ x ന്റെ വാല്യൂ -1. ഇപ്പോൾ x സ്ക്വയർ ആണെങ്കിൽ x ന്റെ വാല്യൂ 2. സോ ഇതിന്റെ ഡെറിവേറ്റീവ് മാത്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ മെത്തേഡിൽ പഠിച്ചു വെച്ചിട്ട് നിങ്ങൾ ഈ 3 ചോദ്യത്തിൽ ഏത് ചോദ്യം വന്നാലും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സോ കുറഞ്ഞ ചോദ്യങ്ങളുടെ കൂടുതൽ ഭാഗം കവർ ചെയ്യുക. ഇതാണ് നമ്മൾ ശ്രമിച്ചത്. നമ്മൾ ഡെറിവേറ്റീവ്സിന്റെ എക്സസൈസ് വന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് എല്ലാ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് കവർ ചെയ്തിരിക്കണം. എക്സസൈസ് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഡെറിവേറ്റീവ് ക്വസ്റ്റ്യൻസിന്റെ അപ്പുറത്തേക്ക് നിർബന്ധമായിട്ടും ഡെറിവേറ്റീവിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാ ഫോർമുലാസും ബൈ ഹാർട്ട് ചെയ്യുക. sin x, cos x, x raised to n, root x എല്ലാത്തിന്റെ ഡെറിവേറ്റീവ് ബൈ ഹാർട്ട് ചെയ്യുക. പ്രോഡക്റ്റ് റൂളും കോഷൻ റൂളും ബൈ ഹാർട്ട് ചെയ്യുക. അത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ബാക്കി ഈ കാണുന്ന ചോദ്യങ്ങളിലേക്കാൾ ഇമ്പോർട്ടന്റ് അതാണ്. അത് പഠിച്ച് അതെങ്ങനെ അപ്ലൈ ചെയ്യാന്ന് മനസ്സിലാക്കിയാൽ മതി. അതിൽ വേണമെങ്കിൽ ഫസ്റ്റ് ഈ കാണുന്ന പേജിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചെയ്യാം. അതേപോലെ തന്നെ 5ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. 5ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ വേറെ തന്നെ ഒരു അപ്രോച്ച് കാണുക. ഇതൊരു ഡിഫറെന്റ് പാറ്റേണുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഇതിലൊരു സീക്വൻസ് ഒരു സീരീസ് പോലെയാണ് ഈ സാധനം കിടക്കുന്നത്. സോ ഇവിടെ സീരീസ് ഇപ്പൊ x raised to 100/100 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ x raised to 50 ആയിരിക്കും. അങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് എക്സാം പേപ്പറിൽ കാണുന്നുണ്ട്. സോ ഈ ക്വസ്റ്റ്യന്റെ മേലെ നിങ്ങൾ കാര്യപ്പെട്ട ഒരു അപ്രോച്ച് വെക്കാം. ഇത് ചോദിക്കുന്നുണ്ട്, കാണുമ്പോൾ ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പിന്നീട് വരുന്നതിൽ ഇതൊക്കെ നമ്മൾ പറഞ്ഞ മെത്തേഡിലേക്ക് വരാണ്. പ്രൊഡക്റ്റ് റൂൾ, കോഷൻ റൂളിലേക്ക് വരാണ്. പിന്നെ സ്റ്റാൻഡേർഡ് റിസൾട്ട്. ഇത് ചെയ്തിട്ട് സമയം കളയുന്നതിന് അപ്പുറത്തേക്ക് ഡെറിവേറ്റീവ് ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നേരെ PYQലേക്ക് പോയിക്കോ. സോ ഡെറിവേറ്റീവ് നിങ്ങൾ NCERT കിടന്ന് വെറുതെ തിരിഞ്ഞു കളിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ NCERT വേണമെങ്കിൽ ഈ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻ വർക്ക് ചെയ്ത് നോക്കാം. ഇതിൽ പ്രൊഡക്റ്റ് റൂളും അതേപോലെ കോഷൻ റൂളും അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. പ്രൊഡക്റ്റ് റൂളും കോഷൻ റൂളും അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ എന്താക്കുക വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം നേരെ നിങ്ങൾ എവിടേക്ക് പോവാ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. കാരണം ഇതിലൊന്നും ഇല്ലാത്ത ചോദ്യങ്ങളൊക്കെ ഉണ്ടായേക്കാം ഡെറിവേറ്റീവില്. അപ്പൊ നമുക്ക് എന്താക്കണം, അല്ലാത്തിന്റെ ഫോർമുലാസും അറിയണം, പിന്നെ ആ റൂൾസും അറിഞ്ഞിരിക്കണം. പിന്നെ ചോദ്യങ്ങൾ എങ്ങനെ വേണമെങ്കിലും വരാം. ഇപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ ചോദിച്ചപ്പോ sin x into cos x ആണ്. ഇവിടെ ചോദിച്ചത് ഇപ്പോ 5 sec x plus 4 cos x ആണ്. ഇത് വേണമെങ്കിൽ 5 sin x plus 4 tan x ആവാം. എങ്ങനെ വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം. അപ്പൊ അതിലൊന്നും വലിയ കാര്യമില്ല. ഡെറിവേറ്റീവിന്റെ ഫോർമുലാസ് ഫുള്ള് പഠിച്ചു വെക്കുക, റൂൾസും പഠിച്ചു വെക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതാണ് ഏറ്റവും നല്ല ഡെറിവേറ്റീവിന്റെ കാര്യത്തിൽ. അപ്പൊ നമുക്ക് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ NCERT കവർ ചെയ്യാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ മതി. പിന്നീട് നിങ്ങൾ കൃത്യമായിട്ട് എന്താക്കുക, ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കറക്റ്റ് ആയിട്ട് അപ്ലിക്കേഷൻ മനസ്സിലാക്കി വെക്കുക. എങ്ങനെയാണ് കൺസെപ്റ്റ് വൈസ് നിങ്ങൾ ചെയ്യേണ്ടത് മനസ്സിലാക്കി. ഇനി വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം കൂടി പറയാനുണ്ട്. ഇത് നമുക്ക് വന്നൊരു കമന്റ് ആണ്. കഴിഞ്ഞ വീഡിയോ ഡിഫറെന്റ് ആയിട്ട് ഒരു കമന്റ് ആണ്. കമന്റ് പറയുന്നത് ട്രിഗ്നോമെട്രി കുറഞ്ഞ ചോദ്യങ്ങളിൽ എങ്ങനെ ട്രിഗ്നോമെട്രി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയാം. ആ ഒരു വീഡിയോയിൽ വന്നൊരു കമന്റ് ആണ്. എന്റെ സുഹൃത്തെ, ചുമ്മാ തള്ളാതെ ക്രിസ്മസ് എക്സാം 3 മാർക്ക് ക്വസ്റ്റ്യൻ 1 മാർക്കിനാണ് ചോദിച്ചതും. ചുമ്മാ പിള്ളേരെ കളിപ്പിക്കരുത്, ഉള്ള വ്യൂസ് ഇല്ലാതാവുന്നൊക്കെ പറയുന്നത്. എവിടെയാണ് കളിപ്പിച്ചത് എനിക്കറിയില്ല. ആക്ച്വലി നമ്മള് 3 മാർക്കിന്റെ ചോദ്യങ്ങൾ 1 മാർക്കിനാണ് വന്നതെന്നോ അല്ലെങ്കിൽ 1 മാർക്കിനല്ല വന്നതെന്നോ അതിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലേ. നമ്മൾ ഇത് പറഞ്ഞ പോലെ കുറഞ്ഞ സമയത്ത് എങ്ങനെ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാം. അതിന് ഒരു സാറ് കറക്റ്റ് ആയിട്ട് ഒരു റിപ്ലൈ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം അതാണ് ഇമ്പോർട്ടന്റ്. തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ഒരു സാധനം ഞാൻ പറഞ്ഞത്. ട്രിഗ്നോമെട്രിയിൽ ഇപ്പൊ 1 മാർക്കിന് ചോദിച്ച ചോദ്യം ഇതാണ്: 2 sin 15 degree cos 15 degree. ഇതേ പാറ്റേണിൽ കഴിഞ്ഞ കൊല്ലത്തെ ബോർഡ് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യനാണ് 1 മാർക്കിന് ചോദിച്ചത്. അപ്പൊ ഇത് 3 മാർക്കിനാണ് എന്നാണ് ഉദ്ദേശിച്ചെങ്കിൽ ഒരിക്കലും 3 മാർക്കിന് ചോദിക്കാൻ യാതൊരുവിധ 3 മാർക്കിന്റെ രീതിയിൽ വേണമെങ്കിൽ എഴുതാം. ഒരേ ചോദ്യത്തിനെ നീട്ടി വലിച്ചിട്ട് വേണമെങ്കിൽ എഴുതാം. ബട്ട് ഇവിടെ ശരിക്കും ചോദ്യം ഇട്ട ആൾ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഫോർമുല ഇല്ലടാ, 2 sin x cos x sin 2x എന്ന് പറയുന്ന ഫോർമുല. അപ്പൊ ആ ഫോർമുല വെച്ചിട്ട് 2 sin 15 cos 15 sin 2 into 15 വരും. എക്സിന്റെ പ്ലേസിൽ ഇവിടെ 15 ആണുള്ളത്. sin 2 into 15 sin 30 വരും. sin 30ന്റെ വാല്യൂ 1/2. അങ്ങനെ 1 മാർക്കിന് പെട്ടെന്ന് കിട്ടേണ്ട ഒരു ചോദ്യമാണ്. ഇതേപോലത്തെ ചോദ്യം നമ്മളെ കഴിഞ്ഞ ബോർഡ് എക്സാം ഡബിൾ ആംഗിൾ ഫോർമുലാസ് വരുന്ന ക്വസ്റ്റ്യൻസ്, ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇവിടെ ചില ആൾക്കാർ ചെയ്യുന്നത് അവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ sin 15 cos 15 സെപ്പറേറ്റ് ആയിട്ട് വാല്യൂ കണ്ടുപിടിക്കണം. കോസ് കോമ്പൗണ്ട് ആംഗിൾ ഫോർമുല വെച്ചിട്ട്, അതായത് cos 45 minus 30 വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അത് അങ്ങനെ കണ്ടുപിടിച്ചാണെങ്കിൽ ഒരുപാട് വലിയ ലെങ്തി ആയിട്ടുള്ള ആൻസർ ആയിട്ട് മാറും. 13 മാർക്ക് വരെ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ അറിയുന്ന ആൾക്കുള്ള അറിയിച്ച മാർക്കാണ് 1 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇത്രേ പറയാനുള്ളൂ. ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹെൽപ്പ് ചെയ്യാനുള്ളതാണ്. നിങ്ങളുടെ ഈ NCERT ഫുൾ പഠിക്കണം. ക്രിസ്മസ് എക്സാമിനാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് തന്നെ. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്
ആയിട്ട് എങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് NCERT കവർ ചെയ്യാമെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ലിമിറ്റ്സ് കവർ ചെയ്തില്ലേ? ലിമിറ്റ്സ് കവർ ചെയ്ത്. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് ഇനി ഏത് ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് വേണ്ടത്, ഇതേപോലെ കുറഞ്ഞ ചോദ്യങ്ങളിൽ എങ്ങനെ NCERT കവർ ചെയ്യാന്നുള്ള ഏത് ചാപ്റ്റർ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തിരിക്കും. നിങ്ങൾ അതൊക്കെ കമന്റ് ചെയ്യുക, അതേപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. കമന്റ് ബോക്സ് അതിനുവേണ്ടി ഓപ്പൺ ആയി എടുക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായി കാണാം. അതുവരെ ഇസ്മി അസ്ലം ആൻഡ് ഇസ്മി സിക്കന്ദർ. ബൈ.